കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ LDF സർവ്വസന്നാഹങ്ങളുമായി രംഗത്തിറങ്ങിയ പ്രചാരണ നാളുകളാണ് കടന്നുപോയത്. കണ്ണൂർ കോട്ട കാക്കാൻ UDFന് കഴിയുമോ എന്നതാണ് കണ്ണൂരിലെ രാഷ്ട്രീയ ചോദ്യം. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് റഹീസ്, കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം റഹീസ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനോട് കോർപ്പറേഷൻ പിടിക്കുമോ എന്ന ചോദ്യത്തിന് കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കുകയല്ല, കോർപ്പറേഷൻ ഞങ്ങൾക്ക് ജനങ്ങൾ തരികയാണ് എന്ന മറുപടിയാണ് രാഗേഷ് പറഞ്ഞത്. അന്ന് മുഴുവൻ സ്ഥാനാർത്ഥികളുമായി ഒരു നഗരം ചുറ്റി ഒരു പദയാത്ര കടന്നുപോയത് നമ്മൾ കണ്ടു. എന്താണ് ഈ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള കണ്ണൂരിലെ രാഷ്ട്രീയ വർത്തമാനം? വിജയകുമാർ, മറ്റ് 5 കോർപ്പറേഷനുകളിലും വികസന മേന്മ പറഞ്ഞ് LDF വോട്ട് തേടിയപ്പോൾ ഇവിടെ വികസന മുരടിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് LDF വോട്ട് തേടിയത്. അത് UDFന്റെ കയ്യിലിരിക്കുന്ന ഏക കോർപ്പറേഷൻ, UDF അവരുടെ കോട്ടയായി കാണുന്ന ഒരു കോർപ്പറേഷനിലാണ്. നാളെ അവിടുത്തെ വിധിയെഴുത്താണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത്. അതിൽ UDF നേതാക്കൾ ഇപ്പോഴും പറയുന്നു 40-ലധികം സീറ്റ് നേടിക്കൊണ്ട് തങ്ങൾ അധികാരം നിലനിർത്തുമെന്ന് പറയുന്നു. അതേസമയം LDF സീറ്റിന്റെ കണക്ക് പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്ന വലിയ വിശ്വാസമാണ് LDF ഉള്ളത്. അതിനപ്പുറത്തേക്ക് NDA ആകട്ടെ പ്രധാനമായും 5 ഡിവിഷനുകളിലാണ് വിജയ സാധ്യത വെച്ച് പുലർത്തുന്നത്. അതിൽ 2-3 സീറ്റുകളിൽ അവർക്ക് ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. അതിന്റെ സാധ്യതകളാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന UDFന് വിമതശല്യം വലിയൊരു തിരിച്ചടിയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മേയർ സ്ഥാനാർത്ഥി ഇന്ദിരയ്ക്ക്, ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള റിജിൽ മാക്കുറ്റിക്ക്, ഒപ്പം മറ്റ് മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കം റിബൽ ഒരു വലിയ ഭീഷണിയാണ്. 12 സീറ്റുകളിലല്ലാതെയും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ മുൻ കൗൺസിലറായിട്ടുള്ള PK രാഗേഷിന്റെ നേതൃത്വത്തിൽ അങ്ങനെ വിമതശല്യമുണ്ട്. LDFനാകട്ടെ ഒരു സ്റ്റാർ മുഖമില്ല എന്നുള്ളൊരു പ്രശ്നം പ്രധാനമായിട്ടും പറയപ്പെടുന്നുണ്ട്. പല ഡിവിഷനുകളിലും ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്, വലിയ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ന രീതിയിൽ അവർക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഒരു തട്ടിലുണ്ട്. പക്ഷേ അവരതിനെ മറികടക്കുന്നത് ഇത്തരത്തിൽ കോർപ്പറേഷനിൽ പൊതുവെ വലിയ വികസനം നടന്നിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. അതേസമയം NDA ആകട്ടെ തങ്ങൾക്ക് എല്ലാ സീറ്റുകളിലും എല്ലാ ഡിവിഷനുകളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട പല സീറ്റുകൾ 14 സ്ഥലങ്ങളുണ്ട്. അതിനപ്പുറം ഈ പ്രശ്നബാധിത മേഖലകളുണ്ട്. നാളെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മിനിറ്റ് മുതൽ അവസാന മിനിറ്റും അതിനപ്പുറവും കടന്ന് പല രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്ന, അതിനപ്പുറം ഏതെങ്കിലും സംഘർഷത്തിലേക്കും മറ്റുമൊക്കെ നീണ്ടേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. കണ്ണൂരിൽ അത്തരം ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് കുറെ കൂടി ജാഗ്രത ഈ പോലീസൊക്കെ അവിടെ ചില പ്രത്യേക പോക്കറ്റുകളിലൊക്കെ വയ്ക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമൊക്കെ അങ്ങേറ്റ സമാധാനത്തോടെയാണ് വടക്കൻ കേരളത്തിൽ പൊതുവെ പ്രചാരണ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയത് രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കളും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.